കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോലി ചെയ്യാൻ കഴിയാതെ വീട്ടിലേക്ക് മടങ്ങിയ സുഭാഷ് വഴിയിൽ വെച്ച് സുനന്ദയെ വിവാഹവേഷത്തിൽ കാണുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയ സുഭാഷ് സങ്കടങ്ങളൊക്കെ നിധിയോട് പറഞ്ഞ് പൊട്ടിക്കരയാണ്. ഒരിക്കലേ ഞാനൊരു പടം കണ്ടിട്ടുണ്ട്, കൊല്ലാൻ വരുന്ന ആളുടെ മുന്നിൽ തൊഴുകൈയോടെ നിൽക്കുന്ന ഒരാളുടെ കഥ. എന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ നിധി എന്ന് സുഭാഷ് വിഷമത്തോടെ ചോദിക്കുമ്പോൾ നിധിയും കരച്ചിലോടെ ഇല്ല എന്ന് തലയാട്ടുന്നുണ്ട്. എവിടെയായിരുന്നാലും ഒരു കുഴപ്പമില്ലാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിലും അവൾക്കെന്തു കുഴപ്പം വരാനാ? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പൊട്ടിപ്പെണ്ണ് നല്ലതേ വരൂ. സ്നേഹം എന്താണെന്ന് അവനിൽ നിന്നും അവൾ മനസ്സിലാക്കട്ടെ. അവൻ അവളെ പൊന്നുപോലെ നോക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ എന്നെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും അവളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോട്ടെ. അവൻ അവളുടെ മനസ്സിൽ നിറയട്ടെ. അഭിമാനത്തോടെ കുറെ കാലങ്ങൾക്ക് ശേഷം അവൾ പറയട്ടെ, ഇതെന്റെ ഭർത്താവ്, എൻ്റെ കുടുംബം, എൻ്റെ എല്ലാം എല്ലാം എന്നും പറഞ്ഞ് സുഭാഷ് പൊട്ടിക്കരയുന്നുണ്ട്. നിധി പെട്ടെന്ന് അടുക്കളയിലേക്ക് ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് സുഭാഷിനെ കൊണ്ടു കൊടുക്കാണ്. കുടിക്ക് എന്ന് പറയുമ്പോഴേക്കും അവൻ ആ വെള്ളം വാങ്ങി ധൃതിയിൽ കുടിച്ച് തീർക്കുന്നുണ്ട്. എന്നാലും അവൾ ഇനി ഈ വീട്ടിലേക്ക് വരില്ലല്ലോ എന്നോർക്കുമ്പോൾ, സുഭാഷ് ഏട്ടാ എന്ന വിളി കേൾക്കാൻ പറ്റില്ലല്ലോ എന്നോർക്കുമ്പോൾ, ഇരുട്ട് കണക്കുമ്പോൾ അവളുടെ അമ്മയെ കാണാതെ ഒളിച്ച് ഇങ്ങോട്ട് വരുന്ന കുസൃതി ഇനി ഉണ്ടാവില്ലല്ലോ എന്നോർക്കുമ്പോൾ അടക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല നിധി എന്നും പറഞ്ഞ് അവൻ വീണ്ടും പൊട്ടി കരയുന്നുണ്ട്. പക്ഷേ ആൺകുട്ടികൾ കരയാൻ പാടില്ലല്ലോ. സുധീഷും ഹരീഷും ഒക്കെ കളിയാക്കും. ഞങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ സുനന്ദ ഈ വീട്ടിൽ തന്നെ വന്ന് കയറുമായിരുന്നു. വൈകിയാണെങ്കിലും ഈ വീട്ടിലേക്ക് വന്ന് കയറിയ നീ അതിനൊരുപാട് ശ്രമിച്ചു എന്ന് സുഭാഷ് പറയുമ്പോൾ കരച്ചിലോടെ നിൽക്കുന്ന നിധിയുടെ കൈ പിടിച്ചു. ഒരു കാര്യമുണ്ട് നിധി, സ്വന്തമായി കുടുംബമില്ലാത്തവന് ഒന്ന് പൊട്ടിക്കരയണമെങ്കിൽ ഒന്നുകിൽ അമ്മ വേണം, അല്ലെങ്കിൽ സ്വന്തമായ ഒരു പെങ്ങൾ വേണം. അത് രണ്ടും ഇല്ലാത്തവനായിപ്പോയി ഞാൻ എന്നും പറഞ്ഞ് സുഭാഷ് കരയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയല്ലേ സുഭാഷ് ഏട്ടാ എന്ന് നിധിയും പറയുന്നുണ്ട്. മോളെ, നീ ഈ വീട്ടിലുണ്ടായണ്ട എൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയെങ്കിലും പൊട്ടിപ്പോയത്, അല്ലെങ്കിൽ എല്ലാം കൂടി മനസ്സിൽ ഒതുക്കി വെച്ച് എൻ്റെ മനസ്സാകെ തിങ്ങി ഞെരുങ്ങി എന്നും പറഞ്ഞ് അവൻ പൊട്ടിക്കരയുന്നുണ്ട്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് കണ്ണ് തുടച്ചുകൊണ്ട്, മതി മോളെ മതി, മോളെയും കൂടി ഞാൻ കുറേ വിഷമിപ്പിച്ചു, ഇനിയൊന്നും വേണ്ട. മോൾക്ക് രാത്രിയിലേക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ചപ്പാത്തി വേണോ അതോ പൂരിയോ എന്നവൻ ചോദിക്കുമ്പോൾ, സുഭാഷ് ഏട്ടനൊന്നും ചെയ്യണ്ട, മുറിയിൽ പോയി കിടന്നോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യാത്തോണ്ടാ എന്ന് നിധി പറയുമ്പോൾ, മോളെയും കൂടി ഞാൻ വിഷമിപ്പിച്ചു എന്ന സങ്കടത്തോടെ സുഭാഷ് പറയുന്നുണ്ട്. ഏട്ടനിപ്പോൾ വേണ്ടത് വിശ്രമ, ഒന്ന് പോയി കുറച്ച് സമയം കിടന്നുറങ്ങാൻ നോക്ക് എന്ന് നിധി പറയുമ്പോൾ അവിടുന്ന് പോകാനൊരുങ്ങിയ സുഭാഷ് പെട്ടെന്ന് കസേരയിൽ തട്ടി വീഴാൻ പോകുന്നുണ്ട്. സുഭാഷ് ഏട്ടാ വീഴല്ലേ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ കൈ പിടിക്കുമ്പോൾ, ഏയ് ഞാൻ വീഴില്ല മോളെ, ഞാൻ എവിടെയും വീഴില്ല, ഞാൻ വീണ എൻ്റെ പിള്ളേർക്കാരാ എന്നും പറഞ്ഞ് സങ്കടത്തോടെ സുഭാഷ് മുറിയിലേക്ക് പോയി തൻ്റെ കട്ടിലിരിക്കുന്നുണ്ട്. അവൻ കട്ടിലിരുന്ന് സുനന്ദ കല്യാണത്തലേന്ന് വീട്ടിലേക്ക് വന്നതും താൻ അവളെ താലി കെട്ടാൻ ഒരുങ്ങിയതും പിന്നീട് അവളുടെ അച്ഛനും അമ്മയും പറയുന്നതൊക്കെ കേട്ട് അവളെ അവരുടെ കൂടെ പറഞ്ഞയച്ചതുമൊക്കെ ഓർത്ത് പൊട്ടിക്കരയുന്നുണ്ട്. ആ സമയത്ത് അടുക്കളയിലെത്തിയ നിധി പാലിരിക്കുന്നത് കണ്ട് ചായ വയ്ക്കാൻ ഒരുങ്ങുന്നുണ്ട്. അവൾ ഒരു പാത്രം എടുക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പാത്രത്തിൽ കൈത്തട്ടി അത് താഴേക്ക് വീഴുന്നുണ്ട്. ശബ്ദം കേട്ട് സുഭാഷ് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോവാണ്. എന്താ മോളെ എന്നവൻ ചോദിക്കുമ്പോൾ, അതേട്ടാ ചായ വയ്ക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് കൈത്തട്ടി പാത്രം താഴെ വീണതാ എന്നവൾ പറയുന്നുണ്ട്. താഴെ വെള്ളം വീണ് കിടക്കുന്നത് കണ്ട് ഞാൻ തുടക്കാം എന്ന് സുഭാഷ് പറയുമ്പോൾ, വേണ്ട ഞാൻ തുടച്ചോളാം എന്നവൾ പറഞ്ഞ് ഒരു തുണിയെടുത്ത് തുടയ്ക്കാൻ ഒരുങ്ങുന്നുണ്ട്. സുഭാഷിനെ അത് കണ്ടു നിൽക്കാൻ കഴിയാതെ അവൾ പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. തുടച്ചൊക്കെ കഴിഞ്ഞ് നിധിയോടായി എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുമ്പോൾ, സുഭാഷ് ഏട്ടനൊരു ചായ ഇട്ട് തരാമെന്ന് കരുതി എന്നവളും പറയാണ്. ഒരു ചായയല്ലേ ഞാൻ ഇട്ടോളാം എന്നും പറഞ്ഞ് സുഭാഷ് ചായ ഇടാൻ ഒരുങ്ങുന്നുണ്ട്. പാലൊഴിക്കാൻ മറന്നപ്പോൾ ഏട്ടാ പാല് എന്നും പറഞ്ഞ് അവൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷ് പെട്ടെന്ന് പാലെടുത്ത് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. സുഭാഷ് പെട്ടെന്ന് നിധിയോടായി, മോളെ കൂടി ഞാൻ വിഷമിപ്പിച്ചല്ലേ, ഇപ്പോൾ അതോർക്കുമ്പോൾ എനിക്കാകെ എന്തോ പോലെ എന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല ഏട്ടാ എന്ന് നിധിയും പറയുന്നുണ്ട്. അതല്ല മോളൊരു ചെറിയ കുട്ടിയല്ലേ, ഞാൻ സ്കൂൾ കുട്ടിയെ പോലെ മോളുടെ മുന്നിൽ അങ്ങനെയൊന്നും പെരുമാറരുതായിരുന്നു, സോറി എന്നവൻ പറയുമ്പോൾ, വീട്ടിലെ മുതിർന്ന ആളാണെന്ന് കരുതി സങ്കടങ്ങളൊക്കെ കടിച്ചമർത്തി നിൽക്കണം എന്നൊന്നുമില്ല. സുഭാഷ് ഏട്ടനും കരയേണ്ട സമയത്ത് കരയാം. സുഭാഷ് ഏട്ടനും സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാവും, അതൊക്കെ പ്രകടിപ്പിക്കാതിരുന്നാൽ എന്താ ചെയ്യുക? അനിയന്മാരുടെ മുന്നിൽ അത് കാണിക്കാനല്ലേ വിഷമമുള്ളൂ. ഞാനില്ലേ ഇവിടെ, ഏട്ടൻ എന്നോടെല്ലാം പറയാലോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കാം, സുഭാഷ് ഏട്ടനകത്തേക്ക് പോയി റെസ്റ്റ് എടുത്തോ എന്നും പറഞ്ഞ് സുഭാഷിനെ അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് നിധി. പിന്നീട് അവൾ ചായ ഉണ്ടാക്കി സുഭാഷിൻ്റെ മുറിയിലേക്ക് ചെന്ന് സുഭാഷിന് ചായ കൊടുത്ത് അവളും ചായ കുടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോഴാണ് നികേഷ് ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നത്. അവൻ നേരെ സുഭാഷിൻ്റെ റൂമിലേക്ക് കയറി വന്നുകൊണ്ട്, സുഭാഷ് ഏട്ടൻ ഇന്ന് നേരത്തെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട്, എന്തുപറ്റി സുഭാഷ് ഏട്ടാ എന്നവൻ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, സുഭാഷ് ഏട്ടനൊരു തലവേദന, അതുകൊണ്ടാണ് നേരത്തെ വന്നേ എന്ന് നിധി പറയുമ്പോൾ, തലവേദനയോ എന്നവൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ, അതേന്ന് പറഞ്ഞില്ലേ നികേഷേ, ഇപ്പോൾ ഇനിയൊന്നും സുഭാഷ് ഏട്ടനോട് ചോദിക്കണ്ട, ഏട്ടൻ റെസ്റ്റ് എടുക്കട്ടെ, നിനക്ക് ചായ വേണോ എന്ന് നിധി അവനോടായി ചോദിക്കുമ്പോൾ,
സുഭാഷ് തൻ്റെ അടുത്ത് വെച്ചിരുന്ന ചായ എടുത്ത് ഇത് കുടിച്ചോ എന്നവനോട് പറയുന്നുണ്ട്. ഏയ് വേണ്ട, അവനുള്ള ചായ അകത്തിരിപ്പുണ്ട്, ഞാൻ എടുത്തു കൊടുത്തോളാം, വാടാ നമുക്ക് ചായ കുടിക്കാം എന്നും പറഞ്ഞ് നികേഷിനെയും കൂട്ടി അവൾ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഒരു കസ്റ്റമറേയും കൊണ്ട് തൻ്റെ ടാക്സിയിൽ പോവാണ് സുധീഷ്. എന്തൊരു ട്രാഫിക്കാണല്ലേ എന്നവർ ചോദിക്കുമ്പോൾ അതെ മാഡം, അതുകൊണ്ടാണ് നമ്മൾ ഈ മെയിൻ റൂട്ടിലേക്ക് വന്നത്, ഇതാകുമ്പോൾ വലിയ ശല്യമില്ലാതെ പോവാം. പക്ഷേ ചില ആളുകളെ മെയിൻ റൂട്ടിൽ കൂടെ തന്നെ പോകണമെന്ന് വെറുതെ വാശി പിടിക്കും, അപ്പോഴാണ് ബുദ്ധിമുട്ട് എന്നവൻ പറയുമ്പോൾ സുധീഷിനെ എനിക്ക് നേരത്തെ പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വഴി വരാൻ സമ്മതിച്ചത്, അല്ലെങ്കിൽ ഞാനും മെയിൻ റൂട്ടിലൂടെ പോകണമെന്നേ പറയൂ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാല സുധീഷ് എന്നവർ പറയുമ്പോൾ അത് ശരിയാ മാഡം, ഞങ്ങളുടെ കൂട്ടത്തിലും 1% ആളുകൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, അതുകൊണ്ടെന്താ ബാക്കി 99% ആളുകളുടെയും പേര് മോശം പറയിപ്പിക്കാൻ അവർ മതിയല്ലോ. പക്ഷേ എന്നെ പോലെയുള്ളവർ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ പെരുമാറി എല്ലാവർക്കും നല്ല പേരുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ മാഡം എന്നവൻ പറയുമ്പോൾ അതേ എന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോഴാണ് നിധിയുടെ കോള് സുധീഷിന് വരുന്നത്. അവൻ ഫോൺ നോക്കിക്കൊണ്ട് നിധിയാണെന്ന് കാണുമ്പോൾ മാഡം വൈഫാ എന്ന് പറഞ്ഞ് കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നുണ്ട്. നിധി ഹലോ എന്ന് പറയുമ്പോൾ ഹലോ എന്താ നിധി എന്നവൻ ചോദിക്കുന്നുണ്ട്. എവിടെയാ എന്നവൾ ചോദിക്കുമ്പോൾ ഒരു ഓട്ടത്തിലാ എന്നവനും പറയാണ്. സംസാരിക്കാമോ എന്നവൾ ചോദിക്കുമ്പോൾ അതിനെന്താ സംസാരിക്കാലോ എന്നവൻ മാഡത്തിനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അവരെ ശരിയെന്ന് സമ്മതിച്ച് തലയാട്ടാണ്. അവൻ വേഗം എന്തുപറ്റി, ഭക്ഷണം കഴിച്ചില്ലേ എന്നവൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവളും പറയുന്നുണ്ട്. അല്ല, തൻ്റെ ശബ്ദത്തിന് ഇതെന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ, ഞാൻ ഈ ഓട്ടം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരണോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഏയ് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ കാര്യം പറയാനല്ല വിളിച്ചത്, സുഭാഷ് ചേട്ടൻ്റെ കാര്യമാണ് എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ്റെ കാര്യമോ എന്ന് പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് മാഡത്തിനോടായി. മാഡം ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ എന്തു പറ്റി, രാവിലെ ജോലിക്കാണെന്നും പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ എന്നവൻ പറയുമ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് തന്നെ വന്നിരുന്നു, ആകെ ടെൻഷനില്ല എന്നവൾ പറയുമ്പോൾ എന്തു പറ്റി, എന്തെങ്കിലും അസുഖമുണ്ടോ എന്നവൻ ചോദിക്കുന്നുണ്ട്. അസുഖം ശരീരത്തിനല്ല മനസ്സിനാ, സുനന്ദയെക്കുറിച്ച് ആലോചിച്ചിട്ടാ എന്ന് നിധി പറയുമ്പോൾ നല്ലൊരവസരം ഉണ്ടായിട്ടും അത് തട്ടിക്കളഞ്ഞിട്ടല്ലേ, ഇനി നമ്മളായിട്ട് ഇതെന്ത് ചെയ്യാനാ എന്ന് അവനും നിധിയോടായി ചോദിക്കുന്നുണ്ട്. ഇന്നലെ മുറിയിൽ വെച്ച് സുനന്ദയുടെ അച്ഛനും അമ്മയും സുഭാഷ് ചേട്ടനോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടിട്ടാ സുഭാഷ് ചേട്ടൻ അവളെ പറഞ്ഞു വിട്ടത് എന്ന് നിധി പറയുമ്പോൾ എടോ അവരെ പറ്റി നിനക്കറിയാത്തോണ്ടാ, ഗജ ഫ്രോഡുകളാ രണ്ടുപേരും, നാട്ടുകാരെ മുഴുവൻ കല്യാണം വിളിച്ചു, ഇനി നാളെ എല്ലാവരും കൂടി വരുമ്പോൾ അവരുടെ മുന്നിൽ നാണം കെടുത്തരുതെന്ന് സുഭാഷ് ചേട്ടൻ്റെ കാല് പിടിച്ച് പറഞ്ഞു കാണും. അത് കേട്ട് ത്യാഗിയായ സുഭാഷ് ചേട്ടൻ സുനന്ദയെ അവരുടെ കൂടെ പറഞ്ഞു വിടുകയും ചെയ്തു എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു, ഇനിയിപ്പോൾ നമ്മളായിട്ട് എന്ത് ചെയ്യാനാ എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചേട്ടന് നല്ല വിഷമമുണ്ട്, ഇവിടെ വന്ന് എന്നോട് എന്തൊക്കെയോ പറഞ്ഞ് കുറെ കരഞ്ഞു എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ കരഞ്ഞു എന്ന് സുധീഷ് ഒരു ഞെട്ടലോട് ചോദിക്കുന്നുണ്ട്. പണിസ്ഥലത്ത് നിന്ന് നേരത്തെ വന്നു, റെസ്റ്റ്ലെസ്സായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കൊണ്ട് ഞാനും ഒന്ന് സംസാരിക്കാലോ എന്ന് കരുതി അടുത്ത് ചെന്നിരുന്ന് കുറച്ച് സംസാരിച്ചതാ, പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞ് കുറെ കരഞ്ഞു, എനിക്കും ആകെ സങ്കടമായി, എന്താ വേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സുധീഷിനെ വിളിച്ചേ, സുധീഷിനി ജോലി മതിയാക്കി വരികയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞ് നിധി കോൾ കട്ട് ചെയ്യുന്നുണ്ട്. സുധീഷും ഫോൺ കട്ട് ചെയ്ത് നേരെ കാറിലേക്ക് പോവാണ്. കാറിലിരുന്ന് മാഡം സുധീഷെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹേയ് ഒന്നുമില്ല മാഡം എന്ന് സുധീഷും പറയുന്നുണ്ട്. കല്യാണ ജീവിതമൊക്കെ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ വെരി സക്സസ്ഫുൾ മാരീഡ് ലൈഫ്, പിന്നെ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ മിസ് ചെയ്യും, വെറുതെ വിളിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ ആഹാ അപ്പോൾ ലക്കിയാണല്ലോ എന്ന് മാഡവും പറയുന്നുണ്ട്. അതെ മാഡം ലക്കിയാ, വെരി ലക്കി എന്നും പറഞ്ഞ് ഒന്ന് നെടുവേർപ്പിട്ടുകൊണ്ട് അവനും കാർ എടുത്ത് പോവാണ്. അവിടെ ഒരു ചായക്കടയിൽ ചായയും കുടിച്ചിരിക്കുകയാണ് ഗംഗാധരൻ വല്യച്ഛൻ. അപ്പോഴാണ് ഹരീഷ് ഒരു ബൈക്ക് എടുത്ത് അങ്ങോട്ട് വരുന്നത്. അവൻ അവിടെ അടുത്ത് നിന്നിരുന്ന ഒരാളുടെ അടുത്തേക്ക് ചെന്ന് എന്താ ചേട്ടാ വണ്ടിക്ക് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് നിന്നുപോയി എന്ന് അയാളും പറയുന്നുണ്ട്. അവൻ ആ ബൈക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും ഗംഗാധരനും അവനെ കാണുന്നുണ്ട്. അപ്പോഴേക്കും ചായക്കടക്കാരൻ കല്യാണം ഗംഭീരായി അല്ലേ ഗംഗേട്ട എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലേ, 1500 പേര് വരുന്ന ഉദ്ദേശിച്ചേ, പക്ഷേ 2500ഓളം പേര് വന്നു. ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിലെ മെയിൻ ഓട്ടുപുരയിലെ 8 പന്തിക്കയലേട്ടെ, ഒരു പന്തിയിൽ 300ഓളം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഊട്ടുപുരയാണെന്ന് ഓർക്കണേ എന്ന് അയാൾ പറയുമ്പോൾ ചായക്കടക്കാരനും ആഹാ ബന്ധുക്കളൊക്കെ വന്നു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ബന്ധുക്കളെന്ന് ഞങ്ങൾ കരുതുന്ന എല്ലാവരെയും വിളിച്ചിരുന്നു, എല്ലാവരും വരികയും ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷിനെ ഒന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പിന്നെ ഞങ്ങളുടെ ബന്ധുക്കളാണ് മീനടിച്ച് നടക്കുന്ന കുറച്ചു പേരുണ്ട്, അടിച്ചതിൻ്റെ അകത്തേക്ക് ഞാൻ കയറാൻ സമ്മതിക്കാത്ത ചിലര്, അവരെങ്ങാനും അങ്ങോട്ട് വന്ന് ഞങ്ങളുടെ കുഞ്ഞിന്റെ മേലിൽ കരിനിഴൽ വീഴുമെന്ന് ഒരു പേടിയുണ്ടായിരുന്നു ഞങ്ങൾക്ക്, പക്ഷേ ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് ഗംഗാധരൻ പറയുമ്പോൾ അത് ശരിയാ, ഈ നാട് മുഴുവൻ ആ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചായക്കടക്കാരനും പറയുന്നുണ്ട്. ആ നീ കണ്ടതല്ലേ, നീ പറ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ അത് പിന്നെ പറയാനുണ്ടോ, 23 തരം കറികളും 3 കൂട്ടം പായസവും, എല്ലാവരും ഹാപ്പി ആയിട്ട് ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് തിരിച്ചു വന്നത്,
എന്ന് ചായക്കടക്കാരനും പറയുന്നുണ്ട്. ആ അതെ, നീ കണ്ടതാണല്ലോ അല്ലേ എന്ന് ഗംഗാധരൻ പറയുമ്പോൾ, എന്നാലും ഒരു കാര്യം മോശമായി പോയി ഗംഗേട്ടാ എന്ന് അയാൾ പറയുമ്പോൾ, എന്താ എന്ന് ഗംഗാധരനും ചോദിക്കുന്നുണ്ട്. അല്ല, ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് നിങ്ങളുടെ അനിയനെയും മക്കളെയും വിളിക്കാത്തത് അത് വളരെ മോശമായി പോയി എന്നയാൾ പറയുമ്പോൾ, ആരാടാ എനിക്ക് അനിയനായിട്ടുള്ളത്? അങ്ങനെ ഒരു പേരും പറഞ്ഞ് ആരെങ്കിലും അങ്ങോട്ട് കയറി വന്നാലേ ഞാൻ ചൂലെടുത്ത് അടിച്ച് ഓടിച്ചേനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ബൈക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഹരീഷിനെ നോക്കിക്കൊണ്ട് എടാ മെക്കാനിക്കേ എന്ന് വിളിക്കുമ്പോൾ ഹരീഷും ദേഷ്യത്തോടെ ബൈക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് വീട് ഗംഗേട്ടാ എന്ന് ചായക്കടക്കാരൻ പറയുമ്പോൾ, എടോ മെക്കാനിക്കേ, നീയല്ലേ എന്നെ വിളിച്ചിട്ട് പോയത് എൻ്റെ മോളുടെ കല്യാണത്തിന് മുന്നേ നിന്റെ ചേട്ടൻ്റെ കല്യാണം നടത്തുന്നു, എന്നിട്ടെന്തേ നാട് മുഴുവൻ നടന്ന് പെണ്ണ് കണ്ടിട്ടും എവിടുന്നും പെണ്ണ് കിട്ടിയില്ലേ എന്നയാൾ ചോദിക്കുമ്പോൾ, വെല്ലുവിളിയൊക്കെ ഉണ്ടായോ എന്ന് ചായക്കടക്കാരനും ചോദിക്കുന്നുണ്ട്. ആ അതൊക്കെ ഉണ്ടായി. ഇവനും ഇവൻ്റെ ചേട്ടനും അവൻ്റെ ഭാര്യയും പിന്നെ ആ പൊടിപ്പയ്യനും കൂടി അവൻ്റെ മൂത്ത ചേട്ടനെ പെണ്ണ് ചോദിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അതെയോ എന്നയാൾ അതിശയത്തോടെ ചോദിക്കുമ്പോൾ, അതേനെ, ഞാനും എൻ്റെ അനിയത്തിയും കൂടി അടിച്ചോടിച്ചു വിട്ടു. അപ്പോഴായിരുന്നു പണ്ടത്തെ കുഞ്ചാക്കോ സിനിമയിലെ ചേകവന്മാരെ പോലെ വന്നിട്ടൊരു വെല്ലുവിളി. എന്നിട്ട് നാട് മുഴുവൻ പെണ്ണ് കണ്ട് നടന്നു, എവിടുന്നും പെണ്ണ് കിട്ടിയില്ല എന്നൊക്കെ ഗംഗാധരൻ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ ബൈക്കും പിടിച്ചു നിൽക്കുന്ന ഹരീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി